കോഴിക്കോട് വിജിൽ കൊലപാതക കേസിൽ അസ്ഥി കടലിൽ ഒഴുക്കിയതായി മൊഴി. ഒരസ്ഥി കടലിൽ ഒഴുക്കിയെന്നാണ് പ്രതികളുടെ മൊഴി. വിജിലിന്റെ മൃതദേഹം ചതുപ്പിൽ താഴ്ത്തി 8 മാസത്തിന് ശേഷമാണ് അസ്ഥി കടലിൽ ഒഴുക്കിയത്. വിജിലിന്റെ ബൈക്ക് കല്ലായി റെയിൽവേ സ്റ്റേഷൻ സമീപം ഉപേക്ഷിച്ചു എന്നും മൊഴിയുണ്ട്. പ്രതികളുടെ പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. 24 ബ്രേക്കിംഗ് വിവരങ്ങളുമായി ഇപ്പോൾ സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. സമീർ, ഈ പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴിയുടെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് സമീർ? ഉന്മേഷ്, വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് പ്രതികളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികൾ നൽകിയിരിക്കുന്നത് അസ്ഥികൾ കടലിൽ കൊണ്ടുപോയി ഒഴുക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 2019 മാർച്ച് 24 രാത്രിയോടുകൂടെ ഈ യുവാവിനെ വീട്ടിൽ നിന്ന് കാണാതായത്. അതായത് സുഹൃത്തുക്കൾക്കൊപ്പം ബൈക്കിൽ പോവുകയായിരുന്നു. പിന്നീടാണ് ഈ യുവാവിന് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയെങ്കിലും ഈ പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ മിസ്സിംഗ് കേസുകൾ പ്രത്യേകം അന്വേഷിക്കണം എന്ന് കമ്മീഷണർ പ്രത്യേക നിർദ്ദേശം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസിൽ അന്വേഷണം വീണ്ടും ആരംഭിച്ചത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ആദ്യം ചോദ്യം ചെയ്തവരെയൊക്കെ വീണ്ടും ചോദ്യം ചെയ്തത്. അതിനൊടുവിലാണ് ഇപ്പോൾ 2 പേരുടെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം അവർക്ക് അന്വേഷണ സംഘത്തിന് രേഖപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ബംഗളൂരുവിലായിരുന്ന പ്രതികളെ അവിടെ നിന്ന് കസ്റ്റഡി എടുക്കുകയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിനൊടുവിലാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആ മൊഴികളിലാണ് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ കൊന്ന കാര്യങ്ങൾ, അതായത് കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി ആയിരുന്നില്ല ഇത് ചെയ്തത്. അമിതമായ അളവിൽ വിജിലിനെ ബ്രൗൺ ഷുഗർ കുത്തിവെച്ചു. പിന്നീട് അബോധാവസ്ഥയിൽ അവിടെ തളർന്നു വീഴുകയും ചെയ്തു. എന്നാൽ അത് ഈ ലഹരിയുടെ ഭാഗമായിട്ടായിരിക്കും എന്നുള്ള ഒരു ധാരണയിലാണ് തങ്ങൾ അവിടെ തന്നെ തുടർന്നത്. പിന്നീടും നീക്കാതായതോടുകൂടെയാണ് എണീറ്റ് വരാൻ കഴിഞ്ഞില്ല. അതേ തുടർന്നാണ് മരിച്ചു എന്ന് ഉറപ്പാക്കുകയും പിന്നീട് ഈ കല്ല് കെട്ടിക്കൊണ്ട് സരോവരം ഭാഗത്തുള്ള ഒരു പാർക്കിൻ്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് കല്ല് കെട്ടിക്കൊണ്ട് അവിടെ താഴ്ത്തി അവിടെ കുഴിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന കാര്യം കൂടി ഈ പ്രതികൾ നൽകിയിരിക്കുന്നത്. അതിനുശേഷമാണ് പിന്നെ മാസങ്ങൾ പിന്നിടുന്നു. പിന്നീടാണ് അവിടുന്ന് അസ്ഥി എടുക്കുകയും അത് കടലിൽ കൊണ്ട് ഒഴുക്കി എന്നുള്ള കാര്യം കൂടി ഈ പ്രതികൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ആദ്യമൊന്നും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികൾ മൊഴി നൽകാൻ വിസമ്മതിച്ചിരുന്നു. അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷേ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് അത്തരം കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. പ്രതികളുടെ കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം നൽകിയിട്ടുള്ള അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. അത് ലഭ്യമായാൽ ഈ 2 പേരെയും, നിഖിലിനെയും അതുപോലെ തന്നെ ദീപേഷിനെയും ഇന്ന് തന്നെ തെളിവെടുപ്പിനായി കൊണ്ടുവരും. മാത്രമല്ല ഈ കേസിൽ ഒരാൾ പുറത്തു നിൽക്കുന്നുണ്ട്. രഞ്ജിത്ത് എന്ന 3ാമത്തെ പ്രതിയാണ് ഇപ്പോൾ പുറത്തുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഈ പ്രതിയെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അതിന് ഈ 2 പേരെ കൂടി കസ്റ്റഡിയിൽ വാങ്ങി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യും, തെളിവെടുപ്പ് നടത്തും. ഒപ്പം തന്നെ രഞ്ജിത്തിനെ കണ്ടെത്തുകയും ചെയ്യും. തുടർന്നായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുക. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് 6 വർഷത്തോളം നീണ്ടുനിന്ന അന്വേഷണത്തിൽ തുമ്പുണ്ടായിരിക്കുന്നു. 2 പ്രതികളുടെ അറസ്റ്റ് അന്വേഷണ സംഘത്തിന് രേഖപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു. ക്രിസ്റ്റീന. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.